ഹായ്, എന്താണ് മക്കളെല്ലാവരും വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഞാനിതാണ് നമ്മളെ പുതിയ ഹൈവേൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. എല്ലാവരും കണ്ട് ആസ്വദിച്ചോളൂ. ഇതാ ഈ ഹൈവേ, അതായത് നാഷണൽ ഹൈവേ ആണിത്. കേരളത്തിൽ കുറേ കാലം മുമ്പേ ചെയ്യേണ്ട ഒരു പണിയാണ്. പിന്നെ മഹമ്മദ് സ്ഥലം കൊടുക്കുമ്പോൾ ഉമ്മറുട്ടി സ്ഥലം കൊടുക്കൂല, എല്ലാവരും അങ്ങനെ കുഞ്ഞാപ്പൂ സ്ഥലം കൊടുക്കൂല, നാരായണേട്ടൻ കൊടുക്കൂല, രമണൻ കൊടുക്കൂല, ആരും സ്ഥലം കൊടുക്കൂല. വികസനം എല്ലാവർക്കും വേണം. അങ്ങനെ കാലം കുറേ ആയി. ഞാനൊക്കെ പോത്തോളം പോന്ന വലിപ്പമായാലാണ് ഇപ്പോൾ ഇതൊക്കെ തുടങ്ങുന്നത്. ഇതൊക്കെ പണ്ട് ബാക്കിയുള്ള ഒരുപാട് സ്റ്റേറ്റിൽ പണ്ടേ തുടങ്ങിയതാണ്. ഇപ്പോഴാണ് ഇത് തുടങ്ങുന്നത്. കുറേ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും മറ്റേ തേങ്ങയും മാങ്ങി അണ്ടി അടക്കൊക്കെ ഉണ്ടായിക്കണ്. പക്ഷേ ഈ റോഡിന് പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണുണ്ടായി. ചെറിയ റോഡിനെ ഈ റോഡ് അവിടെയും ഇവിടെയും രാത്രിയൊക്കെ പോകുമ്പോൾ ഞാൻ തന്നെ പല വട്ടം പെട്ടാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം പോണ റൂട്ടായിട്ട് പോലും നമ്മൾ ചിലപ്പോൾ ഇന്ന് പോകണേ കൂടി ആവില്ല നാളെ, കാരണം റോഡ് പണിയല്ലേ. ചിലപ്പോൾ ഇങ്ങനെ നേരെ പോകുമ്പോഴാക്കണ് മറ്റേ ഒരു സിനിമയിലുണ്ട് മറ്റേ ഈ ആൾക്കാണ് സ്റ്റോപ്പ് പറയണം. അതേമാതിരി സ്റ്റോപ്പ് കാണും ഒറ്റയടിക്ക് വലത്തേക്ക് തിരിയാൻ. അപ്പോൾ എന്താക്കും, നമ്മൾ ലോഡ് വണ്ടിയൊക്കെ കയറാം ഒറ്റയടിക്ക് മറ്റേ സർപ്പ് പോലെ നമുക്ക് തിരിഞ്ഞ മാതിരി തിരിഞ്ഞാൽ ആ കടക്കുന്ന വണ്ടി ഒന്നായിട്ട്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ റോഡ് പണി കഴിഞ്ഞിങ്ങനെ ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ റോഡ് പണി ഏകദേശം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു കോട്ടിയും കൂടി വരാണ്ട്. അതുകൂടി വന്നതിൻ്റെ മോനെ കജ്ജക്കിയിട്ടേ തൊടുള്ള റോഡ് അജ്ജാതി റോഡായിരിക്കും. അങ്ങനെ ഈ റോഡാണ്ട് ഫുള്ള് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുവനന്തപുരത്തേക്കൊക്കെ ഒരു വെളിച്ചെണ്ണ ചിന്തിയ ലാഘവത്തോടു കൂടി ടൈൽസുമ്മ വെളിച്ചെണ്ണ ഇന്ത്യ എങ്ങനെ ഉണ്ടാവും അതേമാതിരി പോകാം നമുക്ക്. സൂപ്പറായി കയറാം. ഇത് കുറേ മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, പക്ഷേ ആരും ചിന്തിച്ചില്ല. ചിന്തിച്ചാൽ തന്നെ ഗവൺമെൻറ് മുമ്പ് തന്നെ ചിന്തിച്ചൊക്കെ ചെയ്തിരുന്നു, പക്ഷേ ആർക്കും അവനവൻ്റെ സ്ഥലം കൊടുക്കാൻ തയ്യാറല്ല. സ്ഥലം കൊടുക്കൂല. വികസനം കാണണം, സ്ഥലം ആരും കൊടുക്കൂല. ഒരു സർക്കാരിനൊന്നും ഞാൻ കുറ്റം പറയില്ല. എല്ലാ സർക്കാർ ഭരിക്കുമ്പോഴും അവരവർ ഓല വികസനം കൊണ്ടുവരാൻ അവർ നോക്കും. അതിന് ഇപ്പോൾ കോൺഗ്രസ് വികസനം കൊണ്ടുവരുമ്പോൾ മറ്റോലും എതിർക്കും, മറ്റോല് വികസനം കൊണ്ടുവരുമ്പോൾ ഇവരെതിർക്കും. അങ്ങനെ എതിർത്ത് ഏതായാലും ഇപ്പം ലോകാവസാനം ആകാനായപ്പോൾ റോഡൊക്കെ ശരിയാക്കൽ തുടങ്ങിയത്. ഏതായാലും ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഏതായാലും പൊളിക്കും. റോഡ് നല്ല കുന്നു കയറ്റങ്ങളിലൊക്കെ കുറേയൊക്കെ ലെവലാക്കി, പുത്തൻ ഇറക്കങ്ങളിലത് അതും ലെവലാക്കി, പിന്നെ പാലങ്ങൾ ഇടുങ്ങിയ പാലങ്ങളൊക്കെ ചെറിയ പാലങ്ങളും ഇതൊക്കെ ശരിയാക്കി, എല്ലാം ശരിയാക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ പണിയൊക്കെ നടക്കുന്നുണ്ട്. കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെ ഈ റോഡ് NH 66 NH 17 പോകുന്നുണ്ട് ഈ റോഡ്. അപ്പം അങ്ങനെ ഏതായാലും ഇപ്പോൾ കണ്ട അപ്പുറത്ത് തന്നെ ഞങ്ങൾ മണ്ണൊക്കെ കൂട്ടിയിട്ടാണ്. ആ മണ്ണ് ഇനിയിപ്പോൾ ആ മണ്ണിൻ്റെ ലെവലിൽ ഇവിടെയും വരും. അവിടെ ഒരു പാലം പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റേതായ മണ്ണിൻ്റെ ലെവലാണത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും സാറേ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കുറേ പണ്ട് തന്നെ വന്നത്. നമ്മളൊക്കെ ഈ വണ്ടിപ്പണി തുടങ്ങി അന്ന് മുതലേ ഇതേപോലത്തെ റോഡാണ് അവിടെ. ഇവിടെ കേരളത്തിൻ്റെ കൈപ്പങ്ങമായിട്ട് കേരളത്തിൽ ഇത്ര വീതിയിലുള്ള റോഡ് കൊടുക്കാൻ പറ്റൂലാണ്. പക്ഷേ അവിടുത്തിലാറ് വണ്ടികളാണ് ഇവിടെ. അർജൻറ്റാണെങ്കിൽ അതിലാറ്. ഒരു ആംബുലൻസ് വന്നാൽ പോലും സ്ഥലം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇനി നമ്മളെ റോഡ് ഇതുവരെ. ഇനി അങ്ങോട്ട് ഏതായാലും റോഡ് ഉഷാറായിട്ട് ടോളൊക്കെ പള്ളർച്ച് വരിക കാരണം, പക്ഷെ എന്നാലും വണ്ടിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ കുറയും. കാരണം നല്ല റോഡാണ്. നല്ല റോഡായാൽ തന്നെ ഏകദേശം എല്ലാം കുറയല്ലോ. മറ്റേത് ആകെ താമ കൊണ്ടോട്ടേക്ക് ഇറങ്ങിയ മാതിരി ഇത്തിരി പോകുന്ന റോഡും തുവക്കാടും മറ്റേ ഐന്തൂരും പറഞ്ഞ മാതിരി അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളും ഗ്രാമീണമായ, ഇതിപ്പോൾ ഒരു നഗരവൽകൃതമായിട്ട് അമേരിക്കൻ സാമ്പത്തിക നയത്തിൽ എന്ന് പറയുന്ന പോലെ എന്തായാലും സംഗതി ഉഷാറായിട്ട് പോകും. അപ്പോൾ ഈ റോഡിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഈ മനസ്സ് കഴിഞ്ഞൊന്ന് യാത്ര ചെയ്യാൻ. 4 മണിക്കൂറുണ്ട് നമ്മൾ തിരുവനന്തപുരത്ത്. അവിടുന്ന് പിന്നെ കുറച്ച് ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ചൊറുക്കുള്ള അടിപൊളി. ഇത് ചൊറുക്കായില്ല, ഇതിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞാലേ കാരണം എൻ്റെ പൊന്നെ ആദ്യമൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വരുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തളി, ഒന്ന് ബെൽ ബട്ടൺ അമർത്തിക്കളി, ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തളി മക്കളെ. പോട്ടെ മക്കളെ. അപ്പോൾ ഇനിയും വരാം പുതിയ വിശേഷങ്ങളുമായിട്ട്. ഓക്കെ, ബായ്.